ഹലോ, പുതിയൊരു വീഡിയോ ആണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഫ്രൂട്ട്സിൻ്റെ വിലയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഡേറ്റ്സ് ആണ്, പച്ച ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പച്ച ഈന്തപ്പഴം കഴിക്കുന്നത്, കണ്ടിട്ടുമില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പച്ച ഈന്തപ്പഴം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. പക്ഷെ ടേസ്റ്റ് അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിന്. ഒരുമാതിരി ചവർപ്പും മധുരമുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടുതലും ഇത് വെച്ചിട്ട് ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അച്ചാറാണ് അവരിടുന്നത്. അപ്പോൾ ഇത് വെച്ച് ഞാനും അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഡേറ്റ്സിന് വിലയെന്ന് പറയുന്നത് 300 രൂപയായിട്ടുണ്ട്. 300 രൂപയ്ക്ക് വാങ്ങിച്ച ഡേറ്റ്സ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് തന്നെയാണ്, നല്ല ഫ്രഷാണ്. അപ്പോൾ അതിനുശേഷം ഇതിങ്ങോട്ടിരിക്കട്ടെ. അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് 120 രൂപയായിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ടൈപ്പിലുള്ള മാങ്ങകളുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മാർക്കറ്റിൽ. അപ്പോൾ വെറൈറ്റി ടൈപ്പിലുള്ള മാങ്ങകൾ, ഇപ്പോൾ ഇവിടെ മാങ്ങാ സീസണാണ്. ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ഫുള്ള് മാങ്ങകളായിരുന്നു, മൊത്തം മാങ്ങകളായിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകളുണ്ട്. ഈ ഒരു സെറ്റ് മാങ്ങയും വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു 2 സെറ്റ് മാങ്ങയും വാങ്ങിച്ചു. അപ്പോൾ ഈ മാങ്ങ വാങ്ങിച്ചത് കടയിൽ ഞാൻ ചോദിച്ചു ഈ മാങ്ങ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഈ മാങ്ങ വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണെന്ന് പറഞ്ഞു. ആന്ധ്രയിൽ നിന്നാണ് ഈ മാങ്ങ വരുന്നതെന്ന് അവർ പറഞ്ഞത്. പിന്നെ വേറെ ടൈപ്പ് മാങ്ങയുണ്ട്. ഇതും വേറെ ടൈപ്പിലുള്ള വെറൈറ്റി മാങ്ങയാണ് കേട്ടോ. പുറം പച്ചയായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും ഇതിൻ്റെ അകം പഴുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ തന്നെയാണ്. ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മാങ്ങ വാങ്ങിക്കുന്നത്. പിന്നെ ഈ ഒരു മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും പുതിയ ഫ്രഷ് മാങ്ങയാണെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല മാങ്ങയാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഈ മാങ്ങയ്ക്ക് നല്ല മണമുണ്ട്. ഈ മാങ്ങയ്ക്ക് അത്ര മണമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ കണ്ടപ്പോഴത്തേന് ഒരു കൗതുകം തോന്നി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ മാങ്ങയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പച്ചക്കറി കൂടെ വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. പച്ചക്കറികളിൽ ആദ്യം ഒരുപാട് പച്ചക്കറിയൊന്നും വാങ്ങിച്ചിട്ടില്ല. 1 കിലോ തക്കാളിക്ക വാങ്ങിച്ചു. നല്ല ഫ്രഷ് പഴുത്ത തക്കാളിക്കയാണ്. അപ്പോൾ 1 കിലോ തക്കാളിയുടെ വില 120 രൂപയാണ് കേട്ടോ. 120 രൂപയുടെ തക്കാളിയാണ്. അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് 1 കെട്ട് ഫ്രഷ് ചീരയാണ്. അപ്പോൾ ഈ 1 കെട്ട് ചീരയ്ക്കും ഈ തക്കാളിക്കും കൂടെ വില 180 രൂപയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.